ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ വെള്ളം കെട്ടി നിർത്തുന്ന ആ ഭാഗത്താണുള്ളത്. അപ്പോൾ ഞാനും മൗളിയുണ്ട്. ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മൗളി ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചൂണ്ടയിടാനുള്ള പരിപാടിയുണ്ട്. അപ്പം കിട്ടുവാണെങ്കിൽ അതും കാണിച്ചു തരാം. അപ്പം നമുക്ക് നമ്മൾ പരിപാടിയിലോട്ട് പോകാം. ദേ ആ കാണുന്ന മരമൊക്കെ ചാഞ്ഞിരിക്കുന്ന സ്ഥലമില്ലേ, അതാണ് ഞാൻ വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ അക്രിലിക് കളറൊക്കെ എടുത്തിട്ടുണ്ട്. തറയിലോട്ട് തട്ടിയിട്ടേക്കാണ് എല്ലാം. ബ്രഷും കളറും പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു കാലി കുപ്പി മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ വെള്ളം അതിനകത്ത് എടുക്കാം. വെള്ളം ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരില വേണം കളറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ബ്ലാക്ക് കളറ് അതിനകത്തോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് പോയിൻ്റ് ബ്രഷ് എടുത്തിട്ടാണ് നമ്മൾ കുറച്ച് കളർ എടുത്തിട്ട് വരയ്ക്കാൻ പോവുകയാണ്. ഇതേപോലെ ഹാൻഡ് മെയ്ഡ് ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വര തുടങ്ങാം. ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ ഇങ്ങനെ റബ്ബറിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാണുന്ന മരങ്ങൾ ഇതേപോലെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വള്ളികളും ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. സമയപരിധി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാനുള്ള ഇതൊന്നുമില്ല. അതുകൊണ്ട് ഇതേപോലെ ഈ കാണുന്ന പോലെയാണ് വരച്ചെടുക്കുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാതെ വന്നുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് മുട്ട പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഈ കാണുന്ന പോലെ കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് നമ്മളിരുന്ന് കഴിച്ചു. എന്നിട്ട് വയറ് നിറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതും വയറ് നിറയെന്ന് വെച്ചാൽ 3 ചൂടുള്ള പപ്സാണ് കഴിച്ചത്. വയറ് നിറഞ്ഞതിൻ്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു അവിടെ കിടന്ന് മൗളി കോപ്രായൊക്കെ കാണിക്കുന്നുണ്ട്. സമയം അധികമില്ല, വൈകുന്നേരമായി. നമുക്ക് ഇരുട്ടുന്നതിന് മുന്നേ വരച്ച് മൊത്തം തീർക്കണേ. അതുകൊണ്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. ആദ്യം മൊത്തത്തിലൊന്ന് വെള്ളം കൊണ്ട് വാഷ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ നീല കളർ അടിച്ചു കൊടുത്തത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ. എന്നിട്ട് നമുക്ക് ഇലയൊക്കെ ഇതേപോലെ വരച്ചെടുക്കാം. എന്നിട്ട് വെള്ളത്തിലും കുറച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കാണുന്ന വള്ളിയൊക്കെ ഇതേപോലെ പച്ചക്കളർ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മൊത്തത്തിൽ വരച്ചു കൊടുക്കുന്നില്ല, ഇതേപോലെ അവിടെ ഇവിടെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് വിടുകയാണ്. എന്നിട്ട് വെള്ളത്തിൽ വളർന്ന് കിടക്കുന്ന ഇതേപോലെ പുല്ലുകളൊക്കെ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. മഞ്ഞയും പച്ചയൊക്കെ മിക്സ് ചെയ്താണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ഇതേപോലെ വരയ്ക്കാനായിട്ട്. നമ്മൾ രണ്ടാളും അധികം ഇവിടെ വരയ്ക്കാൻ വേണ്ടി വരാറുണ്ട്. മൗളി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെന്ന് തോന്നുന്നു, ഫോട്ടോ വീഡിയോ മറ്റോ എടുക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ വരച്ചെടുക്കാം. ഇതേപോലെ തടിക്ക് ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രൗൺ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. റെഡും ബ്ലാക്കും പിന്നെ ഇച്ചിരി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബ്രൗൺ കളർ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് ഇതേപോലെ റബ്ബർ മരത്തിനൊക്കെ ഇതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വൈറ്റും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. കാറ്റായതുകൊണ്ട് തന്നെ നല്ല ഓളം ഉണ്ട് കേട്ടോ. അങ്ങ് ദൂരെ കാണാൻ റബ്ബർ മരത്തിൻ്റെ ഇലയൊക്കെ ചുവന്ന കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ചുവന്ന കളർ ഉപയോഗിച്ചിട്ട് ഡോട്ട് കൊടുത്തിട്ട് വാഷ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ മൗളി അവിടെ കിടന്ന് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഇതും കൂടെ ഇതേപോലെ പച്ചക്കളറും ഒക്കെ മിക്സ് ചെയ്തൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഡീറ്റെയിലോട്ട് പോകാം. ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതേപോലെ അവിടെ ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആ കാണുന്ന ആ സ്ഥലമാണ് ഞാൻ ഇത്ര നേരം വരച്ചുകൊണ്ടിരുന്നത്. വെള്ളത്തിലോട്ട് റബ്ബർ മരമൊക്കെ കൊമ്പ് ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹാൻഡ് മെയ്ഡ് ഷീറ്റിൽ അക്രിലിക് വെച്ചിട്ട് വാട്ടർ കളർ പോലെ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ചിത്രം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്തോ സംഭവം, മൗളി ചേട്ടൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പം ചേട്ടൻ്റെ ചാനലിൽ അത് ഇടുന്നതായിരിക്കും അല്ലേ ചേട്ടാ? കാണിക്കുന്നോ, ചിത്രം കാണിക്കുന്നോ? ഇങ്ങോട്ട് കാണിക്കും. അങ്ങനെ പലരും നോക്കും. ഇങ്ങോട്ട് കാണിക്കും. ഡോ ഇങ്ങോട്ട് കാണിക്കണോ? തീർന്നില്ലേ? അപ്പൊ പുള്ളിക്കാരൻ കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ചെയ്യാൻ ബാക്കിയുണ്ടെന്നാ പറയുന്നത്. അപ്പോ നമ്മളെ പരിപാടിയോടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.